കരൂർ ദുരന്തത്തിൽ പ്രഖ്യാപനവുമായി തമിഴക വെട്രിക്കഴകം. ദുരിതം ബാധിച്ച കുടുംബങ്ങളെ ടി.വി.കെ ഏറ്റെടുക്കുമെന്നും ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് ടി.വി.കെ ഇക്കാര്യം അറിയിച്ചത്. ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഒക്ടോബർ 17-ന് കരൂരിലെത്തും. കഴിഞ്ഞ ദിവസമാണ് കരൂരിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രത്യേക അന്വേഷണ സംഘത്തെയും സുപ്രീം കോടതി രൂപീകരിച്ചു. വിരമിച്ച ജഡ്ജിക്കായിരിക്കും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നും ടി.വി.കെ ആവശ്യപ്പെട്ടിരുന്നു. ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ആദവ് അർജുനായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. ടി.വി.കെയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വിരമിച്ച ജഡ്ജിയെ ഉടൻ തീരുമാനിക്കും. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. ടി.വി.കെയുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി IG-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇതിനെതിരെയാണ് ടി.വി.കെ സുപ്രീം കോടതിയെ സമീപിച്ചത്. കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് CBI അന്വേഷണം ആശ്വാസം നൽകുന്നതായിരുന്നു. DMK-യുടെ അറിവോടെയുള്ള ദുരന്തമായിരുന്നു കരൂരിലെന്നതായിരുന്നു ടി.വി.കെയുടെ ആരോപണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു വിജയ് ഉന്നയിച്ചിരുന്നത്. സെപ്റ്റംബർ 27-നായിരുന്നു കരൂരിൽ വിജയ്യുടെ റാലി ദുരന്തം കലാശിച്ചത്. ശനിയാഴ്ച തോറും ടി.വി.കെ വിജയ്യുടെ റാലി സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച കരൂർ വെല്ലുച്ചാമിപുരത്ത് ടി.വി.കെ സംഘടിപ്പിച്ച റാലിയിലായിരുന്നു അപകടം വരുത്തിവെച്ചത്. വിജയയെ കാണാൻ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വേലുച്ചാമിപുരത്ത് തമ്പടിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് വിജയ് പരിപാടിക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ 6 മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടിക്ക് എത്തിയത്. ഇതിനകം തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. വിജയ് പ്രസംഗിച്ചു തുടങ്ങിയതോടെ ആളുകൾ കുഴഞ്ഞു വീണു. തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയും ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു നൽകുകയും ചെയ്തു. ഇതോടെ ആളുകൾ കുപ്പിവെള്ളം പിടിക്കാൻ തിരക്ക് കൂട്ടുകയും തിക്കിലും തിരക്കിലും പെടുകയുമായിരുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ വിജയ് സ്ഥലത്തു നിന്ന് മാറി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി.വി.കെ പ്രവർത്തകരും ചേർന്ന് കുഴഞ്ഞു വീണവരെ കരൂർ മെഡിക്കൽ കോളേജിലും സമീപത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ആ ദിവസം 38 പേരാണ് മരിച്ചത്. ഈ സമയം കരൂർ MLA സെന്തിൽ ബാലാജിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി. തൊട്ടടുത്തുള്ള ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രിയും M.K. സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും സ്ഥലത്തെത്തി. ഈ സമയം വിജയ് ചെന്നൈയിലെ വീട്ടിൽ എത്തിയിരുന്നു. ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പോസ്റ്റും പങ്കുവച്ചിരുന്നു. അപകടം നടന്ന് തൊട്ടടുത്തുള്ള ദിവസമായ ഞായറാഴ്ച 3 പേർ കൂടി മരിച്ചു. ഇതോടെ 41 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു.